നമുക്ക് ചുറ്റും ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. അപ്പോൾ പലതും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. അതിന് വേണ്ടത്ര പരിഗണന നൽകാതെ നമ്മൾ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് വംശനാശത്തിൻ്റെ വക്കിലാണ് ഇന്ന് പലതും നമ്മൾ പറിച്ചു കളയുന്നു. പരിസരമൊക്കെ വൃത്തിയാക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോഴേക്ക് പല ഔഷധ സസ്യങ്ങളുമാണ് നമ്മൾ പറിച്ചു കളയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സസ്യം വാഴയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അപ്പോൾ വളരെയധികം ഔഷധ മൂല്യമുള്ള കല്ലുവാഴയാണോ ഇതെന്നൊരു സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ സംശയിക്കാനൊരു കാരണമുണ്ട്. ഞങ്ങൾ നേഴ്സറിയിൽ നിന്ന് കല്ലുവാഴ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ വിത്ത് വാങ്ങിച്ചത്. അപ്പോൾ അവർ തന്ന ഒരു ചെടിയാണിത്. പക്ഷേ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് മറ്റൊരു ചെടിയാണ് കല്ലുവാഴയായിട്ട് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിനൊരുപാട് പ്രത്യേകതയുണ്ട്. അതായത് സാധാരണ വാഴയിലേക്കാൾ നല്ല ബലമുണ്ട് ഇതിൻ്റെ ഇലകൾക്ക്. അതുകൊണ്ട് തന്നെ കാറ്റടിച്ചത് കീറിപ്പോകുന്നില്ല. അതുപോലെ ഇതിൻ്റെ കുലയിലുണ്ടാകുന്ന കായകൾ ചെറുതും വളരെ കുറച്ചെണ്ണമേ ഉള്ളതാനും. അതിൻ്റെ കുല നിവർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല കളറാണ് അതിൻ്റെ വാഴക്കൂമ്പിന്. അപ്പോൾ ചുവട്ടിൽ നിന്ന് ഒരുപാട് വിത്തുകൾ പൊട്ടി മുളച്ചിട്ടുണ്ട്. സദ്യ ഉണ്ടാനും പൊതിച്ചോറ് കിട്ടാനും ഒക്കെ ഇതിൻ്റെ ഇല നല്ലതാണ്. അതുപോലെ ഇതിൻ്റെ തേൻ കുടിക്കാൻ ഹമ്മിങ് ബേഡ്സും ചിത്രശലഭങ്ങളും ഒക്കെ ധാരാളം വരാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് ഇതിൻ്റെ ഇലയ്ക്ക് സാധാരണ വാഴയുടെ അത്രയും വീതിയില്ല. പ്രത്യേകിച്ച് ഇതിനൊരു പരിചരണമോ ആവശ്യവുമില്ല. അപ്പോൾ ഇത് കാട്ടുവാഴ, മലവാഴ എന്നൊക്കെ അറിയപ്പെടുന്ന കിഡ്നി സ്റ്റോണിന് വളരെയധികം പ്രയോജനപ്പെടുന്ന, അതായത് കിഡ്നി സ്റ്റോണിന് ഈ കല്ലുവാഴയുടെ മാണവും അതുപോലെ അതിൻ്റെ അരി ഉപയോഗപ്പെടുന്ന പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കിഡ്നി സ്റ്റോൺ മാറിയ കാര്യം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണോ ഈ ചെടിയെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അതാണെന്നോർത്താണ് വാങ്ങിച്ചു വെച്ചത് തന്നെ. അപ്പോൾ ആ കല്ലുവാഴ ആണോ എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇത് ഏത് ഗണത്തിൽപ്പെട്ടതാണ്, അതോ ഇത് ഗാർഡനിൽ വളർത്തുന്ന വാഴയുടെ ഗണത്തിൽപ്പെട്ട ഒരു ചെടിയാണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമോ, അറിയാവുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യുകയും വേണം. വീണ്ടും വ്യത്യസ്തമായ വിഷയവുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.